ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ റംലാൻ ഇഫ്താർ വ്ളോഗ് കുക്കിംഗ് അല്ലെങ്കിൽ റംലാൻ ഇഫ്താർ പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇഫ്താർ പ്രിപ്പറേഷൻ വിശേഷങ്ങൾ മാത്രമല്ല, നമ്മൾ ഇന്ന് പുറത്ത് ഒന്ന് സുഹൂർ കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇഫ്താർ ടു സുഹൂർ വ്ളോഗാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇഫ്താറിന് വേണ്ടിയിട്ട് വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നുമില്ല. എന്നാൽ റെഡിയാക്കി നമ്മൾ കഴിഞ്ഞ ദിവസം റെഡിയാക്കി വെച്ചിരുന്ന സ്നാക്സ്, ഞാനൊരു 2 ദിവസത്തേനാണ് സ്നാക്സ് റെഡിയാക്കി വെച്ചിരുന്നത്. അപ്പോൾ അത് എല്ലാം വേഗം എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് റെഡിയാക്കി മാറ്റുകയാണ്. അപ്പോൾ സമൂസ കുറച്ച് എക്സ്ട്രാ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ സമൂസ ഒരു നോമ്പ് തുറക്കാനായിട്ട് കുറച്ച് ടൈം മുന്നേ സമൂസ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു. അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു 4 സമൂസ എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് ആദ്യത്തെ സ്നാക്ക് എന്ന് പറയുന്നത് സമൂസയാണ്. പിന്നെ നെക്സ്റ്റ് കഴിഞ്ഞ ദിവസം കട്ട്ലേറ്റ് റെഡിയാക്കിയായിരുന്നു. അപ്പോൾ 2 ദിവസത്തേനാണ് കട്ട്ലേറ്റ് റെഡിയാക്കിയത്. ഒരു 4-5 കട്ട്ലേറ്റും കൂടി ഞാനിതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു. തണുപ്പൊക്കെ ഒന്ന് മാറി തുടങ്ങിയതിന് ശേഷം അതും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ, അതുപോലെ തന്നെ പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ നോർമൽ കട്ട്ലേറ്റ് ഉണ്ടല്ലോ അത്. പിന്നെ ഫ്രൂട്ട്സായിട്ട് ഞാനിന്ന് എടുത്തിരുന്നത് നമ്മുടെ നോർമൽ റെഡ് ആപ്പിളും അതുപോലെ തന്നെ ഒരു ഗ്രീൻ ആപ്പിളും പിന്നെ മുസമ്പിയുമായിരുന്നു. അതും നന്നായിട്ട് വാഷ് ചെയ്ത് വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതും ഇനിയിപ്പോൾ ടേബിളിലേക്ക് മാറ്റണം. ഇപ്പോൾ കിച്ചണിൽ ഓരോ ഫ്രൈയിങ്ങും ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്നത്തെ പോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എനിക്ക് ഒരുപാട് കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്ന ഒരു ദിവസമല്ല. നമ്മൾ കൂടുതൽ കുക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വൈസ് റെഡിയാക്കി വെക്കും. അതാകുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് അതെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയാൽ മതി. പിന്നെ ഫ്രൂട്ട്സ്, ജ്യൂസ്, ചായ അങ്ങനെയൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിച്ചണിൽ ഇഫ്താർ പ്രിപ്പറേഷൻ എന്നും പറഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും ബിസി ആവത്തില്ല അങ്ങനെ. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് സ്നാക്ക്, ഇഫ്താറിൻ്റെ ഫസ്റ്റ് സ്നാക്കായിട്ടുള്ള സമൂസ നമ്മൾ ടേബിളിലേക്ക് സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തു. പിന്നെ കട്ട്ലേറ്റ് നോക്കിയപ്പോൾ ഒന്നും കൂടെ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ പൗഡറൊക്കെ ആയതുകൊണ്ട് കരിഞ്ഞു പോവാതെ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റും പയ്യെ റെഡി ആവുന്നുണ്ട്. ഞാൻ ആയതനുസരിച്ച് ടിഷ്യൂലേക്ക് മാറ്റുകയാണ്. പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സുഹൂറിൻ്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം സ്പോട്ടിൽ നമ്മളൊരു 4-5 പ്രാവശ്യം സുഹൂർ കഴിക്കാൻ പോയിട്ടുണ്ട്. കാരണം വേറെ ഒരിടത്തും കഴിച്ചപ്പോഴത്തേനും ഈ ഒരു ടേസ്റ്റ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മുടെ കിസൈസിൽ കാലിക്കറ്റ് സ്റ്റോറീസിലാണ് ഞാൻ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും അത്രയും സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് കഴിക്കുന്ന ഫുഡായതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തു പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലും കിസൈസിലെ കാലിക്കറ്റ് സ്റ്റോറീസിൽ നമ്മൾ സുഹൂർ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് വലിയ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന പാർട്ടൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോയമ്പ് തുറക്കാനായിട്ടുള്ള എല്ലാം. പിന്നെ സാറാക്ക് നഗറ്റ്സ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു ടൈം ആയപ്പോൾ ഞാൻ കുറച്ച് നഗറ്റ്സും കൂടി ആ ഒരു സമൂസയും കട്ട്ലേറ്റും ഒക്കെ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലിലേക്ക് ഒന്ന് പൊരിച്ച് കോരുകയാണ്. ആ കട്ട്ലേറ്റ് പൊരിച്ചതിൻ്റെ ആ ബ്രെഡ് പൗഡറാണ് ആ ഒരു പൊടിയായിട്ട് കിടക്കുന്നത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സമൂസയൊക്കെ പൊരിക്കുമ്പോഴത്തേനും നമ്മുടെ ഓയിലിൽ ബ്രെഡിൻ്റെ പൊടി ഇങ്ങനെ കറുത്ത് കിടക്കുമല്ലോ. അപ്പോൾ വേറെ എന്തെങ്കിലും സ്നാക്ക് നമ്മൾ പൊരിച്ച് കോരുമ്പോൾ, ഇപ്പോൾ സമൂസയുടെ മുകളിലും അതുപോലെ തന്നെ വേറെ സ്നാക്കിൻ്റെ മുകളിൽ അതിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പം ഇന്ന് ഞാൻ ആ ടിപ്പൊന്നും ചെയ്തില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഉപകരിച്ചോട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ കുറച്ച് മൈദ ഉണ്ടല്ലോ, വെള്ളവും മൈദയും ഉപ്പും കൂടെ ചെയ്തിട്ടുള്ള ബാറ്റർ ഓയിലിലേക്ക് ഒന്നൊഴിച്ചാൽ മതി. അപ്പോഴത്തേനും നമ്മുടെ ആ ഒരു ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു കരിഞ്ഞ ആ പൊടിയൊക്കെ അതിൽ കയറി പിടിച്ചിട്ട് നമ്മുടെ ഓയിൽ നല്ല ക്ലിയർ ആയിക്കോളും. അപ്പോൾ നമ്മുടെ സമൂസയായിട്ടും കട്ട്ലേറ്റായിട്ടും
ചിക്കൻ നഗറ്റ്സ് ആയിട്ടും ഫ്രൂട്ട്സായിട്ട് ഞാൻ പറഞ്ഞല്ലോ ആപ്പിളും മുസമ്പിയും ഒക്കെ എടുത്തു. പിന്നെ ഞാൻ എക്സ്ട്രാ ഗ്രേപ്സ് ഒരു ബൗൾ ഗ്രേപ്സ് എടുത്തിരുന്നു. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മധുരമുള്ള ഒരു ബൗൾ മാംഗോയും കട്ട് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഡേറ്റ്സും ഒക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ ഇഫ്താറിൻ്റെ ഐറ്റംസ് ഇനിയും വരാനുണ്ട്. ഐറ്റംസൊക്കെ എനിക്ക് ചായ അങ്ങനെ എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാറില്ല. കാരണം ചായ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 2-3 മിനിറ്റ്സ് മുന്നെയാണ് നമ്മൾ പ്ലേറ്റും വെള്ളവും അതുപോലെ തന്നെ ജ്യൂസും ചായയും ഒക്കെ നമ്മളൊരു ബാങ്ക് കൊടുക്കുന്നതിനൊരു 2-3 മിനിറ്റ്സ് മുന്നെയാണ് ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ആ സമയത്ത് പിന്നെ ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റും. അങ്ങനെ അപ്പോൾ അതാ വളരെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇഫ്താർ ഒക്കെ നമ്മൾ തുറന്നു. പിന്നെ നമ്മളൊരു 11:30 ഒരു 12 മണിയായപ്പോൾ നമ്മൾ കാലിക്കറ്റ് സ്റ്റോറീസിലേക്ക് പോകണം. അവിടുത്തെ തിരക്ക് കണ്ടോ. അപ്പം നമ്മൾ ഒരു ഉച്ച മുതലൊക്കെ ഇവിടെ വിളിച്ചു പറയണം, ഇവിടെ വിളിച്ചല്ല ഇവിടെ വന്ന് എഴുതിയിടണം, അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണ്. അപ്പോൾ എന്താണേലും ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പ്രോൺസ് ഫ്രൈ ആണ്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ചില ദിവസം റൈസിന് പൈനാപ്പിൾ കറി ആയിരിക്കും, ചില ദിവസം മാമ്പഴ പുളിശ്ശേരി ആയിരിക്കും. അപ്പോൾ അത് ഏതാണെങ്കിലും ഓക്കെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരുന്നത് പൈനാപ്പിൾ കറിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് അതുണ്ടെങ്കിൽ നമുക്ക് ചോറ് ഫുള്ള് കഴിക്കാൻ പറ്റും. ഈ ഒരു പ്രോൺസിൻ്റെ ഈ ഒരു ഗ്രേവിയും വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ കറികളും ഒന്നിനൊന്നും മെച്ചമാണ്. അപ്പോൾ ഇന്ന് യെല്ലോ കളറിനുണ്ടായിരുന്നതാണ് നമ്മുടെ പൈനാപ്പിൾ കറി എന്ന് പറയുന്നത്. പിന്നെ മാങ്ങ അച്ചാർ, പിന്നെ ഇഞ്ചിക്കറി, പൈനാപ്പിൾ കറി, പിന്നെ ഒരു കൂട്ടം എന്തോ ഒരു തോരൻ, പിന്നെ നമ്മുടെ മറ്റേത് ചെമ്മീൻ ചമ്മന്തിപ്പൊടി, അവിയൽ, പിന്നെ പപ്പടം, പിന്നെ വേറെ ഒരു ഒഴിച്ചുകറി വരും, പ്രോൺസ് ഒരു തേങ്ങ ഒക്കെ അരച്ച ഒരു കറിയുണ്ട്, അതും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇന്നലെ എന്തോ നമ്മുടെ മത്തങ്ങ ഒഴിച്ചുകറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അധികം വാങ്ങിച്ചില്ല. അങ്ങനെ കറികൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഫിഷ് ഐറ്റംസൊക്കെ ഒരുപാട് കിട്ടും. അത് ഏത് വേണം എന്നുള്ളത് നമുക്ക് ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഞങ്ങൾ ഇന്നലെ നമ്മുടെ പ്രോൺസ് ഫ്രൈ ആണ് വാങ്ങിച്ചത്. കാരണം ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു മസാലയാണ് നമ്മളെ വീണ്ടും ഇങ്ങോട്ട് വരുത്തിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന മാമ്പഴ പുളിശ്ശേരിയായിട്ടും പിന്നെ പൈനാപ്പിൾ കറിയായിട്ടും പിന്നെ ആ ഒരു പ്രോൺസ് കറിയായിട്ടും എല്ലാം ഭയങ്കര ടേസ്റ്റാണ്. സുഹൂർ നമ്മുടെ ഒരു 4-മത്തെയോ 5-മത്തെയോ സുഹൂറാണ് ഈ സെയിം സ്പോട്ടിൽ. കാരണം ഇന്നും മടുത്തിട്ടില്ല. കാരണം ഇനിയിപ്പോൾ ഈ ഒരു സുഹൂർ കഴിഞ്ഞാലും നമുക്ക് റമദാൻ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലഞ്ചിന് ഇവർ ഈ ഒരു സെയിം ഐറ്റംസ് ഇവിടെ കിട്ടും ലഞ്ചിന്. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു, ഞാൻ മുന്നേ അറിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞാൽ ഈ ഒരു ഫുഡ് നമുക്ക് മിസ് ചെയ്യത്തില്ല, വന്ന് പിന്നീട് കഴിക്കാം. അപ്പോൾ നമ്മുടെ വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള സുഹൂറൊക്കെ കഴിച്ചതിന് ശേഷം ഉപ്പിലിട്ട ഐറ്റംസ് കാലിക്കറ്റ് സ്റ്റോറീസിൽ ഉപ്പിലിട്ട ഐറ്റംസ് അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് അതൊന്നും വാങ്ങിച്ചില്ല. കാര്യം വെച്ചാൽ ചോറുണ്ട് ഒട്ടനായതുകൊണ്ട് നമുക്ക് ഇതൊന്നും കഴിക്കാനായിട്ട് തോന്നിയില്ല. പിന്നെ കുറച്ച് നടന്നതിന് ശേഷം വേറെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തി. അവിടുത്തെ ഉപ്പിലിട്ടത് കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ അവിടുത്തെ 2-3 ഉപ്പിലിട്ട ഐറ്റംസ് പൈനാപ്പിളും അതുപോലെ തന്നെ മാങ്ങയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റമദാൻ ഇഫ്താർ ടു സുഹൂർ വ്ളോഗ് ഡേ 25ൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദുബായിലൊക്കെ ഉള്ളവർ പോയി മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സുഹൂറാണ്. ഇപ്പോൾ ടൈം കഴിഞ്ഞു പോയി. അപ്പോൾ താങ്ക് യു.